ലിഫ്റ്റിൽ രോഗി കുടുങ്ങി പുറത്തറിഞ്ഞത് 1.5 ദിവസത്തിന് ശേഷം. തിങ്കളാഴ്ച രാവിലെ ഓപ്പറേറ്റർ ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചതോടെയാണ് രോഗി കുടുങ്ങിയെന്ന വിവരം പുറത്തറിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയ രോഗിക്കാണ് ദുരനുഭവം ഉണ്ടായത്. മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ രവീന്ദ്രൻ നായർ എന്നയാളാണ് കുടുങ്ങിയത്. ആശുപത്രിയിലെ സൂപ്രണ്ട് ഓഫീസർ ഉൾപ്പെടുന്ന OP ബ്ലോക്കിലാണ് സംഭവം. ഉള്ളൂർ സ്വദേശിയാണ് രവീന്ദ്രൻ നായർ. നടുവേദന ചികിത്സയ്ക്കായി ശനിയാഴ്ച ആശുപത്രിയിൽ എത്തിയതായിരുന്നു. OPയിൽ നിന്ന് 2ാമത്തെ നിലയിലെ ലാബിലേക്ക് ലിഫ്റ്റിൽ പോകുമ്പോഴാണ് കുടുങ്ങിയത്. ലിഫ്റ്റ് അല്പം ഉയർന്ന ശേഷം പെട്ടെന്നൊരു ശബ്ദത്തോടെ നിന്നു പോവുകയായിരുന്നു. പരിഭ്രാന്തനായ രവീന്ദ്രന്റെ കയ്യിലിരുന്ന ഫോൺ താഴെ വീഴുകയും ഡിസ്പ്ലേ തകരുകയും ചെയ്തു. ഇതോടെ വിവരം പുറത്തറിയിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ലിഫ്റ്റിനുള്ളിൽ നിന്ന് ബഹളം വയ്ക്കുകയും വാതിലുൾപ്പെടെ മുട്ടി ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും പുറത്തറിഞ്ഞില്ല. ഞായറാഴ്ച രാവിലെ അധികൃതർ ലിഫ്റ്റ് പരിശോധിച്ചപ്പോഴാണ് അവശ നിലയിൽ രവീന്ദ്രൻ നായരെ കണ്ടെത്തിയത്. നിലവിൽ ഇയാളെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫോണിൽ ഉൾപ്പെടെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ ഞായറാഴ്ച രാത്രി 12 മണിക്ക് രവീന്ദ്രൻ നായരുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ബന്ധുവീടുകൾ ഉൾപ്പെടെ അന്വേഷിക്കുകയും ചെയ്ത ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത്.